അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പണ്ട് വണ്ടിന്റെ അതേ പേരുണ്ടോ? പണ്ട് വണ്ടിന്റെ ബാക്കിൽ ഇന്റെ പേരാ കാറ് കയറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമ്മൻ്റെ കാർ സീറ്റ് ഓനാണ് കേട്ടോ. പിന്നെ വേറെ ആർക്കും ഓളെ തരൂല. ഇറങ്ങണ വരെ ആ പിടുത്തം പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. പോണ വഴിയിൽ പുഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ സീവനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. നോക്കടാ പുഴ നോക്ക്, നല്ല രസമല്ലേ കാണാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഓന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല കേട്ടോ അത് കാണുമ്പോൾ. പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു, ഈ പുഴയൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര എന്തോ ഒരു കൗതുകേനി. ആ കൗതുകമൊന്നും ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഇല്ല തോന്നുന്നു. വലിയ കാര്യത്തിൽ പുഴയൊക്കെ കാണിച്ചെടുത്ത് എന്നോട് ഓനൊരു പുച്ഛം. അപ്പം ഞാനാരായി അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ എത്താനായിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിൻ്റെ വീട്, അതായത് എൻ്റെ ഉപ്പാൻ്റെ രണ്ടാമത്തെ സിസ്റ്ററുടെ വീട്. ഉപ്പാക്ക് 1-2 മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇറങ്ങിയില്ല കേട്ടോ. ഉപ്പാക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇറക്കി തന്നിട്ട് വൈകുന്നേരം പോരാനാകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ പോയിട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ അമ്മ അല്ലാതെ വിരുന്നിന് പോയിന് ആകെ 2 സ്ഥലങ്ങളുള്ളത്. ഒന്ന് എൻ്റെ അമ്മാൻ്റെ വീടും ഒന്ന് ഈ അമ്മായിൻ്റെ വീടും ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഞങ്ങൾക്ക് ഉമ്മാൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. തട്ടൊക്കെ ഇട്ട് വന്നാ കുറേ ആയിട്ടോ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോൾ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ മക്കൾ ആരും ഇല്ല. എന്തായാലും കുഞ്ഞുമണിക്ക് പിന്നെ അമ്മായിനെ വലിയ അറിയാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. മടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സീവന് അവിടെ വേറെ ഫ്രണ്ടിനെയൊക്കെ കിട്ടിട്ടോ. അല്ല അവിടെ റീലെടുക്കലും ഡാൻസ് കളിക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മായി ഭയങ്കര ഒരു പ്ലാൻ ലവറാണ് കേട്ടോ. ഇഷ്ടം പോലെ ചെടികളുണ്ട്, അകത്തും പുറത്തും എവിടേക്കാണോ വെക്കാൻ പറ്റും അവിടെയൊക്കെ വെച്ചിരിക്കണ അത്രക്കും ചെടികളുണ്ട് കേട്ടോ. സംഭവം നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഉണ്ടായിങ്ങാണ്ട് കാണാനൊക്കെ രസമാണ്, പക്ഷെ അത് കൊണ്ടെടുക്കാനുള്ളൊരു മെനക്കെടാണ്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാണാനൊക്കെ. മെനക്കെടാൻ റെഡിയല്ല. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയിനും സിയും കൂടി വിളിച്ച് ഞങ്ങളൊരു ചലഞ്ച് ചെയ്യാണ്, വാ വീഡിയോ എടുക്കാൻ വന്നാൽ എന്നെ വലിച്ചു കൊണ്ടുപോകും കേട്ടോ. ഓൽക്ക് രണ്ടാക്കും ഇപ്പം എങ്ങനെയും നേരം പോണ്ടേ. ചലഞ്ച് എടുക്കുക. എന്താ ചലഞ്ച് പറഞ്ഞോണ്ടോ? ഓക്കെ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. എത്തിയിട്ടില്ല. നത്തിങ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല രണ്ടാളെയും ലക്ഷ്യം ആ ചോക്കോബാർ ഇനി കേട്ടോ. ചോക്കോബാർ ആണെങ്കിൽ ആകെ ഒന്നുള്ള ഇനി ബാക്കി ഒന്ന് ചെയ്യോ വന്നേക്കുന്നത് തിന്നിക്കണം കേട്ടോ. ഓലാണെങ്കിൽ എങ്ങനെ ഓതിയിട്ടോ ആ ചോക്കോബാറിൻ്റെ അടുത്തേക്ക് എത്തണില്ല കേട്ടോ. അവസാനം പിന്നെ ഞാൻ നിന്ന് കൊയങ്ങാന്നല്ലാതെ ഇത് നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ആരടുത്തേക്കാണോ എത്തണേ ഓർക്ക് എടുക്കാം. ഓക്കെ, ആരാ ഫസ്റ്റ് എടുക്കണ വെച്ചാൽ ഓർക്ക് എടുക്കാം. അപ്പം അതിന് തീരുമാനമായി. എങ്ങനെയുണ്ടായി. അപ്പം അതൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോൾ അമ്മായി ലഞ്ച് പ്രിപ്പറേഷനിലാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും ചക്കക്കൂട്ടാനും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്. ചക്കക്കൂട്ടാനും നെയ്ച്ചോറും നെല്ലിക്കുത്താനും ഒരു പ്രത്യേക കോമ്പിനേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി എന്തായാലും കഴിച്ചോക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം കേട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റട്ടോ. കുഞ്ഞുമണി ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞൊക്കെയാണ് ഉറങ്ങിയതായിരുന്നു കേട്ടോ. കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഓൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ കിടത്തിയതാണ്. അപ്പോൾ കുഞ്ഞുമണി ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ അതിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനോന് ഓള് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഓളെങ്ങനെ നോക്കി രജിസ്റ്റർ ചെയ്യാൻ കേട്ടോ. അതിനാണെങ്കിൽ ഇക്കാക്ക് സമ്മതിക്കണമില്ല. ഇക്കാക്കാണെങ്കിൽ അടിയിൽ കൂടെ കയറി ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പോൾ ദേഷ്യം വന്നതിന് കേട്ടോ. അതാ എന്റെ കുട്ടി പേടിച്ച് കുഞ്ഞുമണിയേ
കുഞ്ഞോന് പേച്ചാ. അപ്പൊ കുറച്ചേരം നോക്കിയപ്പോ ഒക്കെ മനസ്സിലായിരുന്നു കേട്ടോ എനിക്ക് അറിയാത്ത ആളാണെന്നുള്ളതൊക്കെ. അതാണ് ഒന്ന് കരഞ്ഞത്. പിന്നെ അതിനോളം നല്ലോണം കംഫർട്ടബിൾ ആക്കുന്നുണ്ട്, ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓളുണ്ടോ ചിരിക്കണ്? അങ്ങനെ ഉച്ചയായപ്പോ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. അപ്പൊ ഇതാണ് കേട്ടോ അമ്മായിന്റെ ചെറിയ മോന്. ഓൻ ഞങ്ങൾ വന്നപ്പോ ഒന്നും അവിടെ ഇല്ലേ, ഓൻ എവിടെയോ പോയി വന്നതാണ്. ഓന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഭയങ്കര നാണൊക്കെ കേട്ടോ. എന്താവും എന്റെ കുറവ് അറിയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുഞ്ഞുമണീനെ ഉറക്കാൻ പോയപ്പോ ഞാനും അവളെ കൂടെ കിടന്നൊന്ന് ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഉറങ്ങിച്ച് വന്നപ്പോ ഇവരെ കളിയൊക്കെ പിന്നെ ഫോണിലായിട്ടുണ്ട് കേട്ടോ. അമ്മായി ഉമ്മയുടെ വർത്താനം പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അതിന് നമുക്ക് പിന്നെ പഞ്ചല്ലല്ലോ. ഓ നെയ്യപ്പം വാങ്ങാൻ വേണ്ടി പുറത്തു പോവാൻ നിൽക്കേനി. അങ്ങനെ നെയ്യപ്പൊക്കെ കൊണ്ടുവന്ന് ചൂടോടൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നൊന്ന് കഴിക്കും. അവിടെ അടുത്ത വീട്ടിലൊരു താത്ത ഉണ്ടാക്കുന്ന നെയ്യപ്പം ഇരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായക്ക് കൂട്ടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പോകുമ്പോൾ അടുക്കളേൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അമ്മായിൻ്റെ ചെടികളാണ്. ജനൽക്ക കൂടെ ഒക്കെ അതാ ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ വെക്കാൻ പറ്റും അവിടെയൊക്കെ അമ്മായി ചെടി വെച്ചിരിക്കണെന്ന്. പിന്നെ ഞങ്ങൾ ചായക്ക് കൂട്ടി ഓരോ നെയ്യപ്പൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അയിനുവിൻ്റെ അമ്മയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അയിനും സിയും അവിടെ കളിക്കുന്നുണ്ട്, കുഞ്ഞുമണി ഉറങ്ങുന്നുണ്ട്. കുഞ്ഞുമണിക്ക് എന്താണെന്നറിയില്ല, അവിടെ വന്നപ്പോൾ ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സിയോ ഓസൊക്കെ എടുത്ത് ഇറങ്ങിട്ടോ ചെടി നനക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഓന് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെടികളൊക്കെ. ഓന് നനച്ചെടുക്കും കൊണ്ടെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വെള്ളം നനച്ചെടുക്കണ ഇടയിൽ എന്നോട് പറയുന്നുണ്ട് ചട്ടിയൊക്കെ മറിഞ്ഞ് ചെടിയൊക്കെ പുറത്തേക്ക് കഴിക്കണമെന്നൊക്കെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.